ഹലോ മക്കളെ, 10th CBSE ബോർഡ് എക്സാം ഇതാ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. എത്ര ദിവസം അല്ലെങ്കിൽ എത്ര മാസം നമ്മുടെ മുന്നിലുണ്ടെന്ന് അറിയാലോ. ഇപ്രാവശ്യം ബോർഡ് എക്സാം 2 ഫേസ് ആയിട്ടാണ് നടക്കുന്നത്. ഫെബ്രുവരി 17 ആദ്യത്തെ ഫേസ് ഓഫ് എക്സാം നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഇപ്പോൾ ഇതാ നമ്മൾ ഒക്ടോബർ ലാസ്റ്റിലേക്ക് എത്തി നിൽക്കുകയാണ്. നമ്മുടെ കയ്യിൽ ആകെ 3 മാസമാണ് കഷ്ടിച്ച് നോക്കിയാലുള്ളത്. ഈ ഒരു 3 മാസത്തിനുള്ളിൽ ഇത്രയും സബ്ജക്റ്റുകൾ, അതായത് സയൻസ്, മാത്സ്, സോഷ്യൽ, ലാംഗ്വേജസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. എത്രത്തോളം ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. അത് കൂടാതെ ഓരോ കോൺസെപ്റ്റ് റിവൈസ് ചെയ്യാനും പ്രോബ്ലംസ് വീണ്ടും ചെയ്ത് പഠിക്കാനും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നമുക്ക് ചെയ്ത് പഠിക്കാനുണ്ട്. ഇത്രയും ചിലപ്പോൾ നിങ്ങളും ചിന്തിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ളത് ലിമിറ്റഡ് ടൈമാണ്. ഈ ലിമിറ്റഡ് ടൈമിൽ ഏറ്റവും നല്ല എഫിഷ്യൻ്റ് ആയിട്ട് പഠിക്കുക, ഏറ്റവും നല്ല സ്മാർട്ട് വർക്ക് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇതുവരെ ചെയ്തതൊക്കെ പോകട്ടെ, അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ വിചാരിച്ച പോലെ പഠിക്കാൻ പറ്റിയില്ല, ഹാർഡ് വർക്ക് ഇടാൻ പറ്റിയിട്ടില്ല എങ്കിൽ വിഷമിക്കേണ്ട. ഇനിയുള്ള സമയം ഈ ഒരു ദിവസം ഇന്നെന്ന് വെച്ച് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ വിചാരിച്ച സ്കോറിനേക്കാളും ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് ഉയരാൻ പറ്റും. നിങ്ങൾ ഇപ്പോൾ എവിടെ വരെ പഠിച്ചെത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മുടെ സ്കൂളിൽ കുറേ സെഷൻസ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികൾ, അസ്ത്ര കുട്ടികൾ ഓൾറെഡി നല്ലോണം റിവിഷൻസും കൂടെ സ്റ്റാർട്ട് ചെയ്ത് എക്സാംസ് ഒക്കെ എഴുതി പോവാണ്. അപ്പോൾ ഇനിയുള്ള സമയം എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് നമ്മളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യാനുള്ളതാണ്. കാരണം ഓരോ കുട്ടികൾക്കും ഡിപ്പെൻഡൻ്റ് ആണ്. ചിലർക്ക് സയൻസ് ഇഷ്ടമാണ്, ചിലർക്ക് മാത്സ് പഠിക്കാൻ കുറേ സമയമുണ്ട്. നിങ്ങളുടെ ഓരോരുത്തർക്കും അനുസരിച്ച് തന്നെ എവിടെയാണ് ഞാൻ കൂടുതൽ എഫേർട്ട് ഇടേണ്ടത്, ഏത് സബ്ജക്റ്റിലാണ് ഞാൻ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടത്, എൻ്റെ ഡെയിലി റുട്ടീനിൽ എവിടെയൊക്കെ ഞാൻ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് പഠിക്കാൻ കൂടുതൽ ടൈം കണ്ടെത്തണം എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ബയോളജിൻ്റെ കേസിലെടുത്ത് തന്നെ നമുക്കറിയാം, നമ്മളിപ്പോൾ ഏകദേശം ലാസ്റ്റ് ചാപ്റ്റർ വരെ പഠിച്ചെത്തിയിട്ടുണ്ട്. അത്രയും കോണ്ടന്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്, അത്രയും ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇനിയുള്ള സമയം എന്ന് പറഞ്ഞാൽ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ ചാപ്റ്റേഴ്സ് റിവിഷൻ നമ്മൾ ആരംഭിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള കംപ്ലീറ്റ് ബോർഡ് എക്സാമിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അനലൈസ് ചെയ്ത് റിവൈസ് ചെയ്ത് പഠിക്കുക. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഏറ്റവും വലിയ ഉത്തരം എന്ന് പറഞ്ഞാൽ നമ്മുടെ അസ്ത്ര ബാച്ച് തന്നെയാണ്. നിങ്ങൾക്ക് ഓൾറെഡി റെക്കോർഡ് ആയിട്ടുള്ള ലൈവ് സെഷൻസും പേൾ വീഡിയോസും അവൈലബിൾ ആണ്. സ്വന്തമായിട്ട് പഠിക്കാനും ഡൗട്ട് ക്ലിയർ ചെയ്യാനും ഒക്കെ നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അതുമാത്രമല്ല ഓരോ സ്ലൈഡ്സും നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം. ഇൻസ്റ്റാ ലേൺ, അതുപോലെ തന്നെ DPBs ഒക്കെ വളരെയധികം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, അസേർഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് പഠിക്കാം. അപ്പോൾ ഇനിയുള്ള ടൈം എന്ന് പറഞ്ഞാൽ ഒട്ടും നമുക്ക് കളയാനുള്ള, വളരെ സീരിയസ് ആയിട്ട് തന്നെ നിങ്ങൾ ഗ്രൂപ്പ് സ്റ്റഡി നടത്തിയും സെൽഫ് സ്റ്റഡിക്ക് വേണ്ടിയിട്ടും സമയം കണ്ടെത്തിയും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സമയം നല്ലോണം യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ ഓഫർ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 22-ാം തീയതി വരെയുള്ളൂ. അതുകൊണ്ട് വീക്കെൻഡ് തന്നെ ജോയിൻ ചെയ്യാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ മിസ് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നല്ലോണം സോൾവ് ചെയ്താലാണ് സ്മാർട്ടായിട്ട് നിങ്ങൾക്ക് എക്സാം ഹോളിൽ ക്വസ്റ്റ്യൻസ് കാണുന്ന പാടെ തന്നെ അറ്റൻഡ് ചെയ്യാനും ഇതിങ്ങനെയാണ് അല്ലെങ്കിൽ ഈ പ്രോബ്ലം വെച്ചാണ് എഴുതി പോകുന്നത് എന്നുള്ളൊരു ഐഡിയ കിട്ടുന്നത്. അപ്പോൾ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനും കോൺസെപ്റ്റ് ഏറ്റവും ഷോർട്ടാക്കി പഠിക്കാനും നിങ്ങൾക്ക് നല്ല ഒരു ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈലത്തിൽ നിന്ന് നമ്മുടെ എക്സ്പേർട്സ് പ്രിപ്പയർ ചെയ്തിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസും അതുപോലെ തന്നെ ഗൈഡ്സുമാണ്. എത്രത്തോളം ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾ എഫിഷ്യൻ്റ് ആയിരിക്കും എക്സാം ഹോളിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ. അതുകൊണ്ട് താഴെ കൊടുത്തിലുള്ള ലിങ്കിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇനിയുള്ള സമയം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്.